തമ്പുരാക്കന്മാരുടെ തമ്പുരാന്മാര് ആരാണ് വരാൻ പോകുന്നതെന്ന് നമ്മുടെ ഉള്ളിൽ ഗുരുവായും നീലകണ്ഠനായും ജഗന്നാഥനായും സണ്ണിയായും ആടുതോമയായും നരസിംഹമായും സേതുമാധവനായും ഓടിയനായും ലൂസിഫറായും നിറഞ്ഞു നിൽക്കുന്ന താരരാജാവ് അവതാര രൂപങ്ങളിലെ അവസാന അവതാരം. Ladies and gentlemen, here we give you the complete actor. ഇന്നേ വരെ പുൽകാത്ത ഉയരങ്ങളിലേക്ക് മലയാള സിനിമയെ എത്തിച്ച നടൻ. ഒടുക്കത്തെ ഈ കളി കൂടി നീ ഒന്ന് കാണാം. താരമൂല്യത്തിൽ ഇന്ത്യയിലെ മറ്റേത് സിനിമയ്ക്കും ഒപ്പം വളരെ കുറച്ചു പേർ സംസാരിക്കുന്ന നമ്മുടെ ഭാഷയ്ക്ക് അന്തസ്സുള്ള ഇരിപ്പിടം നേടിക്കൊടുത്ത സൂപ്പർ സ്റ്റാർ. സിനിമയിൽ ജീവിക്കുന്ന ഒരു ശരാശരി മലയാളിയുടെ ശ്വാസനിശ്വാസവും വിശ്വാസവുമായ കൾട്ട് ഫിഗർ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഈ ഉയരത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് വർഷം തോറുമുള്ള 3-4 സിനിമകളിൽ വെറുതെ നിന്നുകൊടുത്താൽ മതിയാകും. റിസ്കുകളുടെ പുറകെ പോകേണ്ടതേയില്ല. പക്ഷേ ഇത് ലാലാണ്, മോഹൻലാൽ. ഒരു പാതിയിൽ മനുഷ്യനായും മറുപാതിയിൽ മൃഗമായും മിത്തുകളിൽ നിന്നും കയറി വന്ന ഒടിയൻ എന്ന കഥാപാത്രത്തെ നെഞ്ചോട് ചേർക്കാൻ കാരണം ഈ ഉന്മാദമാണ്. 65 വയസ്സുവരെയുള്ള ജീവിത കാലഘട്ടം വിവിധ പ്രായ പരിണാമങ്ങളിലൂടെ വേഷപ്പകർച്ചകളിലൂടെ കടന്നു പോകുന്ന ഈ മാണിക്യനാകാൻ മോഹൻലാൽ കുറച്ചത് 15 കിലോ. പുതുതലമുറയെന്നല്ല, ഏത് തലമുറയും പകർത്തിയെടുക്കേണ്ട സിനിമയോടുള്ള ഈ അഭിനിവേശത്തിന്, ആത്മസമർപ്പണത്തിന് പത്മഭൂഷൺ പോലുള്ള അംഗീകാരങ്ങൾ തേടിയെത്തുന്നതിൽ അതിശയിക്കാനില്ലല്ലോ. ഇന്ത്യൻ സിനിമയ്ക്ക് ഈ മനുഷ്യൻ നൽകിയ സമഗ്ര സംഭാവനകൾക്ക് വജ്രജൂബിലി ആഘോഷവേളയിൽ ശാന്തിഗിരി ആശ്രമം നൽകുന്ന സ്നേഹാദരം. പ്രഥമ പ്രണവ അഭിനയത്തിന്റെ ആകാശവും അർപ്പണത്തിന്റെ കടലാഴവും ഇടപെടലിന്റെ ഹിമകണവുമായി ഈ നടന വിസ്മയം ഇനിയും ഇനിയും നമ്മുടെ അഭിമാനമാകട്ടെ. പത്മഭൂഷൺ ഭരത് ഡോക്ടർ മോഹൻലാലിന് ആരാധകരുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ആദരപൂർവ്വം സ്വാഗതം. Are you ready for Padma Bhushan Dr. Bharat Mohanlal? Put your hands together to welcome our complete actor. Ladies and gentlemen, Padma Bhushan Dr. Bharat Mohanlal. Pride of Malayalam, the final word of Malayalam film industry. ഇതൊരു അപൂർവ നിമിഷം. കുരുന്നുകളിൽ നിന്ന് അനേകം താമരകൾ നമ്മുടെ സ്വന്തം ലാലേട്ടനിലേക്ക്. മതി. ഓക്കെ 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 ഓക്കെ
ഓക്കെ, താങ്ക് യു മോനെ, താങ്ക് യു. ഞാൻ കൊടുത്തോളാം. ഓക്കെ. ലാലേട്ട, ഈ നിമിഷം നമ്മുടെ എന്താണ് പറയാനുള്ളത്? ഒരു നല്ല കൈയടി നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഇത്രയും ഹൃദയസ്പർശിയായ ഒരു വരവേൽപ്പിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ലാലേട്ട. അതിരുകൾ കടന്നെത്തിയ സ്നേഹം പ്രാർത്ഥനാമുഖരിതമായ ഈ വേദിയെ ഏറെ ധന്യമാക്കുന്നു. നന്ദി. ഇനി നമുക്ക് വേണ്ടത് സ്വാഗതം ചെയ്യാം പ്രഥമ പ്രണയ പത്മ പുരസ്കാരം സ്വീകരിച്ച പത്മഭൂഷൺ ഡോക്ടർ ഭരത് മോഹൻലാലിനെ ശാന്തിഗിരിയുടെ ഈ വേദിയിലേക്ക്. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ എന്നെ കേൾക്കാനെത്തിയ മഹനീയ സദസ്സിന് വന്ദനം. പ്രണവ പത്മം പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്തതിന് ഈ പുരസ്കാര സമിതിക്ക് എൻ്റെ നന്ദി. പ്രണവം എന്ന വാക്ക് പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എൻ്റെ മകൻ്റെ പേര് പ്രണവെന്നാണ്. എൻ്റെ വീടിൻ്റെ പേര് പ്രണവം എന്നാണ്. ഞാൻ സിനിമ നിർമ്മാണം ആരംഭിച്ച ഒരു കമ്പനിയുടെ പേര് പ്രണവം എന്നാണ്. കണ്ണടച്ചിരുന്നാൽ എൻ്റെ ഉള്ളിൽ എപ്പോഴും മുഴങ്ങുന്നത് പ്രണവമാണ്. ഇപ്പോൾ ഞാൻ ബ്രഹ്മത്തെ അറിയുന്നു. എത്രയോ പുരസ്കാരങ്ങൾ എന്നെ തേടി എത്തിയിട്ടുണ്ട്. എല്ലാം ഞാൻ ശിരസ്സ് നമിച്ചേ വാങ്ങാറുള്ളൂ. അവയെല്ലാം കലാകാരൻ എന്ന നിലയിൽ എനിക്ക് മുന്നോട്ടുള്ള യാത്രകൾക്ക് വലിയ പ്രചോദനമായിരുന്നു. നാം ചെയ്യുന്ന സമർപ്പണം ആരൊക്കെയോ എവിടൊക്കെയോ തിരിച്ചറിയുന്നു എന്നത് നമ്മെ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളവരാക്കും. ജീവൻ്റെ അവസാന കണികയും സമർപ്പിക്കാൻ നമ്മെ ബാധ്യസ്ഥരാക്കും. അങ്ങനെയാണ് എല്ലാ പുരസ്കാരങ്ങളും ഞാൻ വാങ്ങുന്നത്. ഈ പുരസ്കാരം അവയിൽ നിന്നെല്ലാം അല്പം വ്യത്യസ്തമാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളതിനെ വെറുമൊരു സാന്ദർഭിക ഉപചാര വാക്കുകളായി എടുക്കരുത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാനിത് പറയുന്നതിന് കാരണമുണ്ട്. ഈ പുരസ്കാരത്തിൽ ഗുരുത്വത്തിൻ്റെ അനുഗ്രഹ സ്പർശമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുരസ്കാരം കൈകളിലേറ്റ് വാങ്ങുമ്പോൾ എൻ്റെ ശിരസ് അദൃശ്യമായ വിരലുകൾ സ്പർശിക്കുന്നു. അതിനെ ഞാൻ ഏറെ വിലമതിക്കുന്നു. എൻ്റെ പുരസ്കാരങ്ങൾക്കും എല്ലാ പുരസ്കാരങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാകണമെന്നില്ല. ഗുരു എന്നത് ഭാരതം ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മഹത്തായ പ്രകാശമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാരതത്തിൽ നിന്നത് കിഴക്കൻ ദേശമാകെ പരക്കുകയും പിന്നീട് പാശ്ചാത്യ ദേശങ്ങളെ പ്രകാശപൂർണമാക്കുകയും ചെയ്തു. ഗുരു അല്ലെങ്കിൽ ആചാര്യൻ എന്നത് നമുക്ക് കേവലം ഒരു പദമല്ല, അത് ആഴത്തിലുള്ള ഒരു ജീവിത അനുഭവമാണ്. നമ്മുടെ വേദ ഉപനിഷത്തുകളും പുരാണ ഇതിഹാസങ്ങളും മറ്റും വായിച്ചാൽ അപാര ഗംഭീരന്മാരായ ഗുരുക്കന്മാരെ കാണാം. പരമജ്ഞാനത്തിൻ്റെ കടാവിളക്കുകളായിരുന്നു ആ ഗുരുക്കന്മാർ. ശിഷ്യന്മാർ അവരോട് ജീവിതത്തെക്കുറിച്ചുള്ള ഗഹനമായ ചോദ്യങ്ങൾ ചോദിച്ചു. അവർ ഉത്തരങ്ങൾ പറഞ്ഞു. ഗുരു ശിഷ്യ സംവാദങ്ങളിലൂടെയാണ് ഉപനിഷത്തുകളിൽ ജീവിതത്തിൻ്റെ ആഴങ്ങളും പൊരുളും സൂക്ഷ്മതകളും എല്ലാം വെളിപ്പെടുന്നത്. ശിഷ്യൻ്റെ അടങ്ങാത്ത ജ്ഞാനദാഹവും ഗുരുവിൻ്റെ തപസ്സിലൂടെ കണ്ടെത്തിയ ഉത്തരങ്ങളുമാണ്. അതുകൊണ്ടാണ് ഭാരതത്തിലെ വിദ്യാഭ്യാസം എന്നാൽ ഒരു വിളക്കിൽ നിന്ന്
മറ്റൊന്ന് കൊളുത്തിയെടുക്കലാണ് എന്ന് പറയുന്നത്. ഗുരുവെന്ന കിടവിളക്കിൽ നിന്നും ശിഷ്യജനങ്ങൾ ജ്ഞാനത്തിൻ്റെ പ്രകാശം കൊളുത്തിയെടുക്കുന്നു. ആചാര്യൻ അരുളും വാക്കിൻ അർത്ഥം പിന്നാലെ എത്തിയിടാം എന്ന് ഉജ്ജയിനിയിൽ ONV കുറിപ്പ് എഴുതിയത് ഭാരതീയ ഗുരു പരമ്പരയോടുള്ള നമ്മുടെ കാലത്തെ വലിയൊരു കവിയുടെ പ്രണാമമായി കരുതാം. ഒരു അഭിനേതാവ് എന്ന നിലയിൽ എന്ന നിയാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഗുരു എനിക്കില്ല. ഞാൻ ഏതെങ്കിലും കളരിയിൽ ഏതെങ്കിലും ആചാര്യൻ്റെ കീഴിൽ അഭിനയം പഠിച്ച ആളല്ല. കഴിഞ്ഞ 40 വർഷമായി ഞാൻ അഭിനയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റൊരു തൊഴിലും എനിക്കിപ്പോഴും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാമാന്യം ദീർഘമായ ഈ അഭിനയ ജീവിതത്തിൽ അത്ഭുതകരമെന്ന് പറയട്ടെ, എത്രയോ സന്ദർഭങ്ങളിൽ അദൃശ്യമായ ഗുരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതിയ പല വേഷങ്ങളും ആരോ പിറകിൽ നിന്ന് തന്നെ കെട്ടിയടിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വാനപ്രസ്ഥം എന്ന സിനിമ ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. അഭിനയത്തിലെ ഏറ്റവും സൂക്ഷ്മമായ കലയാണ് കഥകളി. കഥകളി നടനായാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കേണ്ടത്. വർഷങ്ങളുടെ പരിശീലനവും മെയ്യിൻ്റെയും മുദ്രയുടെയും കണ്ണിൻ്റെയും സാധനയും ഒക്കെ അതിൻ്റെ ഫലമായിട്ടാണ് ഒരു കഥകളി നടൻ പിറക്കുന്നത്. ഇതൊന്നുമില്ലാതെയാണ് വാനപ്രസ്ഥത്തിൽ ഞാൻ കഥകളി നടൻ്റെ വേഷം ചെയ്തത്. ഉടുത്തുകെട്ടി മുഖത്ത് ചുട്ടിവെച്ച് ഭാരമുള്ള കിരീടം വെച്ച് തീർത്തും അപരിചിതമായ ഒരു ലോകത്തിൽ കുറേ രാപ്പകല്ലുകൾ. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അറിയുന്നതും അറിയാത്തതുമായ വലിയ കഥകളി ആചാര്യന്മാരുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എനിക്ക് ആ സന്ദർഭങ്ങളിൽ ലഭിച്ചിരുന്നു. അവരെ സ്മരിച്ചിട്ടേ ഞാൻ മുഖത്ത് തേക്കാൻ കിടക്കാറുള്ളൂ. നേരിട്ട് അവരെൻ്റെ ഗുരുക്കന്മാരല്ല, പക്ഷെ അവരുടെ അനുഗ്രഹം ഇല്ലാതെ എനിക്ക് ആ വേഷം ചെയ്യാൻ സാധിക്കില്ല എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും ആരോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന കാവാലം നാരായണ പണിക്കർ സാറുടെ കീഴിൽ കർണഭാരം എന്ന നാടകം അഭിനയിച്ചപ്പോഴും എനിക്കിത് അനുഭവമുണ്ടായി. ഒരു തുള്ളി പോലും സംസ്കൃതം അറിയാത്ത ഞാൻ ഒരു മുഴുനീള നാടകം മുഴുവൻ സംസ്കൃത സംഭാഷണങ്ങൾ പറഞ്ഞ് അഭിനയിച്ചു. ഒരു തവണയല്ല, പലതവണ. എങ്ങനെ സാധിച്ചു? ഈ സമയത്തെല്ലാം എൻ്റെ ഉള്ളിൽ മുഴങ്ങിയ അജ്ഞാതമായ ശബ്ദം ഭാരതീയ ഗുരു പരമ്പരയുടേതാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ. അഭിനയ രംഗത്ത് പലപ്പോഴും ഞാൻ ഏകലവ്യനെ പോലെ ആയിട്ടുണ്ട്. മനസ്സിലൊരു ഗുരുവിനെ സങ്കല്പിച്ച് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ ഇന്ന് ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ അങ്ങേയറ്റത്തെ പത്മമാണ് ഈ പുരസ്കാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും മഹാനായ ഗുരു ശിഷ്യൻ തന്നേക്കാൾ വളരുമ്പോൾ മന്ദസ്മിതത്തോടെ ആ വളർച്ച കണ്ടിരിക്കുന്ന ആളാണ്. ഏറ്റവും നല്ല ശിഷ്യൻ എത്ര വളർന്നാലും ഗുരുവിൻ്റെ പാദധൂളി ശിരസിൽ സൂക്ഷിക്കുന്ന ആളുമാണ്. ഇത്തരത്തിലുള്ള പരസ്പര ആദരവും സ്നേഹവുമാണ് ഭാരതീയ ഗുരുത്വത്തിൻ്റെ സംസ്കാരം. ശ്രീ കരുണാകര ഗുരുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് പ്രചോദിതമായി രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരു എന്ന സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ആ ദിവസങ്ങളിൽ ഞാൻ മനസ്സുകൊണ്ട് ഗുരുവിനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ആ അനുഗ്രഹവർഷം തോരാതെ തുടരുന്നതായി എനിക്ക് തോന്നുന്നു. ഗുരുവേ നമഃ. മനുഷ്യനെ മാറ്റിമറിക്കാനുള്ള സിദ്ധി യഥാർത്ഥ ഗുരുവിന് മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നരേന്ദ്രനാഥ് എന്ന യുക്തിവാദിയെ സ്വാമി വിവേകാനന്ദനാക്കിയത് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന മഹാഗുരുവായിരുന്നു. പൂതാമ്പള്ളി ബാലകൃഷ്ണ മേനോൻ എന്ന അരാജകവാദിയെ സ്വാമി ചിന്മയാനന്ദനാക്കി മാറ്റിയത് ഋഷികേശിലെ സ്വാമി ശിവാനന്ദയുടെ സ്പർശമായിരുന്നു. OV വിജയൻ എന്ന സന്ദേഹിയായി തീർപ്പുകളുള്ള മറ്റൊരാളാക്കി മാറ്റിയത് കരുണാകര ഗുരുവായിരുന്നു. ഇതും ഗുരുത്വത്തിൻ്റെ മഹത്തായ നിദർശനമാണ്. ഗുരുസാഗരം എന്ന നോവലിൻ്റെ ആമുഖമായി OV വിജയൻ എഴുതിയ വാചകങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം ഉപസംഹരിക്കട്ടെ. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: തിരുവനന്തപുരത്തിന് സമീപമുള്ള പോത്തൻകോട്ടെ ശാന്തിഗിരി ആശ്രമത്തിലെ
ശ്രീ കരുണാകര ഗുരുവിനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സന്ദർശിക്കാനിടയായി. പരിചയവും സ്നേഹവും മാത്രം. എന്നാൽ ആ സമ്പർക്കം എൻ്റെ അറിവിൻ്റെ സൂക്ഷ്മ തലങ്ങളിൽ എവിടെയോ പരിണാമങ്ങളുണ്ടാക്കി. ഗുരുസാഗരം എന്ന ഈ കഥയുടെ രൂപത്തിന് പിന്നിൽ ഒട്ടേറെ ആ പരിണതികളാണ്. ഇതാണ് ഗുരുത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മഹത്തായ ഗുരുത്വം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നമ്മെ മാറ്റി തീർക്കട്ടെ, കൂടുതൽ നല്ല ലോകത്തെ സൃഷ്ടിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.